നമസ്തേ. കുടുംബ സ്വത്ത് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് കയ്യിൽ കിട്ടുന്നത് കൊണ്ട് പണക്കാരാകുന്നവരുണ്ട്. എന്നാൽ സ്വയം അധ്വാനിച്ച് കോടീശ്വരനാകുന്നവന് മാത്രമാണ് ഈ സ്വത്ത് നിലനിർത്താനും അല്ലെങ്കിൽ ഇതിനെ വർദ്ധിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അതിനുള്ള ട്രെയിനിങ് അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗോഡ് ഫാദർ കൊടുക്കണം എന്നുള്ളതൊക്കെ മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വയം അധ്വാനിച്ച് സ്വത്തുണ്ടാക്കുന്നതിന്റെ ട്രിക്ക് അറിയുന്നവനാണ് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്വത്ത് സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ വർദ്ധിപ്പിക്കാൻ അറിയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്നതായിട്ടുള്ള സ്വഭാവമുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ കോടീശ്വരനാകാനുള്ള സമ്പന്നനാകാനുള്ള വരയുള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് സമ്പത്ത് ഇവരിലേക്ക് കുമിഞ്ഞുകൂടും ഈ സ്വഭാവങ്ങളുള്ള വ്യക്തികളിലേക്ക്. ഈ അധ്വാനം എന്ന് പറയുന്ന സമയത്ത് വെറുതെ എന്തെങ്കിലും രീതിയിലുള്ള കഠിനാധ്വാനം അല്ല ഉദ്ദേശിക്കുന്നത്. സ്മാർട്ടായിട്ടുള്ള വർക്ക് ചെയ്യണം, മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള വർക്ക് ചെയ്യണം. ഇവിടെ സാധാരണ ഭൗതികമായിട്ടുള്ള ലോജിക്കിന് അപ്പുറത്തേക്കുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നവന് മാത്രമാണ് കോടീശ്വരനാകാനും അല്ലെങ്കിൽ ലക്ഷപ്രഭുവാകാനും വിജയിക്കാനും സാധിക്കുന്നത് എന്നുള്ളത്. കോടീശ്വരനാകുക എന്ന് പറയുന്ന സമയത്ത് കുറെ പണത്തിന് പുറകെ വ്യഗ്രതപ്പെട്ട് ഓടുന്നതല്ല അർത്ഥമാക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ആശങ്കയുടെയും അല്ലെങ്കിൽ അത്യാഗ്രഹത്തിന്റെയും അവസ്ഥയിലൂടെ പണം അനധികൃതമായിട്ട് സമ്പാദിക്കുക എന്നുള്ളതിനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോടീശ്വരൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാ രീതിയിലും ഹാപ്പി ആയിരിക്കണം, ധനമുണ്ടായിരിക്കണം, അവൻ നല്ല രീതിയിൽ പണമുണ്ടായി അവന് സമാധാനത്തിൽ ജീവിക്കാനുള്ള അവസ്ഥയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ കുറെ പണം കയ്യിൽ ലഭിച്ചു കഴിയുന്ന സമയത്തേക്ക് ജീവിതം അവസാനിക്കാറായി എന്നുള്ള അവസ്ഥയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് സൃഷ്ടിപരമായിട്ടുള്ള ചിന്താഗതിയാണ്. ക്രിയേറ്റീവ് തിങ്കിങ്ങും അതുപോലെ തന്നെ ഡൈവേർജന്റ് തിങ്കിങ്, ഈ രണ്ട് രീതിയിലുള്ള ചിന്താ രീതികൾ ധനം നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ചില ആൾക്കാർ പറയും ഞാൻ അത്ര ക്രിയേറ്റീവ് ഒന്നുമില്ല, ചില ആൾക്കാരൊക്കെ വളരെ ക്രിയേറ്റീവ് ആണല്ലോ, ഭയങ്കര സർഗശേഷിയാണ്, സർഗസൃഷ്ടികൾ ഒരുപാട് നടത്തുന്നുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ജനിച്ചവന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള കഴിവുണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സർഗാത്മകമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സൃഷ്ടി നടത്താനുള്ള ശേഷിയില്ലാത്തതായിട്ട് ഈ ഭൂമിയിൽ ആരും തന്നെയില്ല. എന്ത് രീതിയിലുള്ള കുറവുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഏരിയയിൽ ശോഭിക്കാനുള്ള കഴിവ് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് വിജയം. ഈ സർഗാത്മക കഴിവ് അല്ലെങ്കിൽ സൃഷ്ടിക്കുള്ള ഈ കഴിവ് കണ്ടെത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ കഴിവിനെ വിനിയോഗിക്കണം. ഈ കഴിവിനെ വിനിയോഗിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ഈ കഴിവിനെ മാർക്കറ്റ് ചെയ്യാനുള്ള സ്കില്ലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ക്രിയേറ്റിവിറ്റിക്ക് ഫ്യൂവൽ നൽകുന്നതായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. സാധാരണ രീതിയിലുള്ള ഒരു ബോക്സിനുള്ളിലുള്ള ചിന്താഗതിക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആ ഒരു എബിലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഒരു ക്രിയേറ്റീവ് ജീനിയസ് ആകാനായിട്ട് സാധിക്കുക. ക്രിയേറ്റീവ് ജീനിയസുകൾ എന്നും ചരിത്രത്തിൽ ഇടം നേടിയ കഥകൾ മാത്രമാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിക്കോളാസ് ടെസ്ലയെ പോലെയും തോമസ് ആൽവ എഡിസനെ പോലെയുള്ള ഒരുപാട് മഹാരഥന്മാരെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ പോപ്പുലാരിറ്റിയിലും ഒക്കെ ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് എത്തുന്ന ഇലോൺ മസ്കിനെ പോലുള്ള വ്യക്തിത്വങ്ങളെയൊക്കെ നമുക്കിന്ന് സമകാലികമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ കാണാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റിയെ പണത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ചിന്ത നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒരുപാട് പണവും പ്രശസ്തിയും ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ. രണ്ടാമത്തെ കഴിവ് എന്ന് പറയുന്നത് സ്ഥിരതയാണ്, കൺസിസ്റ്റൻസിയാണ്. ഒരു കാര്യം സ്ഥിരോത്സാഹത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നോവുകളും പരാജയങ്ങളും ഉണ്ടാകും. നമ്മൾ ഏത് മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചടികൾ ഉണ്ടാകും. ഈ തിരിച്ചടികളെ നമുക്ക് ഓരോ വീഴ്ചകളെയും നമുക്ക് ഉയർത്തെഴുന്നേക്കാനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ മറികടക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള തിരിച്ചടികളാണ് നമ്മളെ കൂടുതൽ കരുത്തരാക്കി മാറ്റുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപുള്ള വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഓഹരി വിപണിയിലേക്കൊക്കെ ഇറങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തിരിച്ചടികൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ഈ തിരിച്ചടികളിലൊക്കെ അവർക്ക് അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ 0-ൽ എത്തിയിട്ടുണ്ടാവും. പക്ഷെ ആ വേദനയെ മറികടന്നുകൊണ്ട് ഈ പറയുന്ന ഓഹരി വിപണിയെ സ്നേഹിക്കാനും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും സാധിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു 3 മുതൽ 5 വർഷത്തിന് ശേഷവും ഒരാൾക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ബോധത്തെ വികസിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഓരോ ടാക്ടിക്സ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ പഠിച്ചെടുക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ വിജയിക്കുക തന്നെ ചെയ്യും. ഓഹരി വിപണി ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് തിരിച്ചടികളും അപമാനങ്ങളും നേരിടേണ്ടതായിട്ട് വരുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ തിരിച്ചടികളും അപമാനങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമുക്ക്
തീർച്ചയായിട്ടും റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റീബൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആകുന്ന ആളുകൾക്ക് സ്ഥിരതയുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നോവുകളിലും പരാജയങ്ങളിലും വീണു പോകാതെ സ്ഥിരോത്സാഹത്തോടു കൂടി ആനയെ എടുക്കും എന്നാണ് പറയാനായിട്ട് നമുക്ക് സാധിക്കുക. അടുത്തതായിട്ടുള്ള രഹസ്യം എന്ന് പറയുന്നത് സാമ്പത്തിക അച്ചടക്കമാണ്. ഒന്നാമതായിട്ട് നമുക്ക് ചെലവിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. കണ്ണും പൂട്ടി ചെലവാക്കുന്ന, കണക്കില്ലാതെ ചെലവാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നാണ് പറയുന്നത്. അങ്ങനെ അന്തമില്ലാതെ ചെലവാക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ചെലവ് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെലവാക്കണം. നമുക്ക് ചെലവുണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന രീതിയിലുള്ള ചെലവുകൾ. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും നിക്ഷേപം നടത്തുകയാണെങ്കിൽ ആ നിക്ഷേപം നമുക്ക് തീർച്ചയായിട്ടും റിട്ടേൺ തരാനുള്ള സാധ്യത വളരെയധികമുള്ള ഏരിയകളിൽ നമ്മൾ നിക്ഷേപിക്കണം. റിസ്ക് എടുക്കണ്ട എന്നല്ല പറയുന്നത്. റിസ്ക് എടുക്കുകയാണെങ്കിലും അതിന്റെ വിജയ സാധ്യത ഒരു 85% മുകളിലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഓരോ ഏരിയയിൽ നിക്ഷേപിക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ നിക്ഷേപിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും റിവാർഡ് കിട്ടുകയും വേണം. നമ്മുടെ പണം പോകാതിരിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു നിർബന്ധം അവിടെ നമുക്ക് ഉണ്ടായിരിക്കുകയും വേണം. അങ്ങനെയുള്ള മേഖലകളിലാണ് നമ്മൾ നിക്ഷേപം നടത്തേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ദൈനംദിന സമ്പാദ്യം ഉണ്ടായിരിക്കണം. സമ്പാദ്യം എന്ന് പറയുന്നത് ഓരോ ദിവസവുമുള്ള കൂലി മേടിക്കുന്ന അവസ്ഥയല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഡെയിലി നമുക്ക് എത്രമാത്രം നമുക്ക് കിട്ടുന്നതായിട്ടുള്ള വരുമാനത്തിന്റെ എത്ര ശതമാനം നമുക്ക് മാറ്റിവെക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സാമ്പത്തിക അച്ചടക്കമാണ് അടുത്തതായിട്ടുള്ള രഹസ്യം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സമ്പത്ത് കുമിഞ്ഞുകൂടുന്നത് നല്ല രീതിയിൽ ലക്ഷ്യബോധമുള്ള ആളുകളിലേക്കാണ്. ലക്ഷ്യബോധം എന്ന് പറയുന്നതും സ്വപ്നം എന്ന് പറയുന്നതും രണ്ടാണ്. ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നമ്മുടെ വിഷ്വലൈസേഷനെയാണ് നമുക്ക് വേണം സ്വപ്നം എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഈ സ്വപ്നം മാത്രം കണ്ടുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രവർത്തികൾ ഒരുത്തം നടത്തുന്നില്ലെങ്കിലോ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ സ്വപ്നം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് പ്രവൃത്തി കൂടി ഉണ്ടായിരിക്കണം. നമ്മുടെ ലക്ഷ്യബോധം എന്ന് പറയുന്നത് സാധാരണ ആളുകൾ കാണുന്നത് പോലെ എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള വരുമാനം മാത്രം കിട്ടിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ടാക്കാനുള്ള ലക്ഷ്യമുണ്ടായിരിക്കണം. അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ഈ ലോകത്തിന് എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായിട്ടുള്ള കാരണം നമ്മളുടെ പേര് ഓർത്തിരിക്കാനായിട്ട് കൊടുക്കുകയും വേണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഉന്നതമായിട്ടുള്ള സാധാരണക്കാർ കാണുന്നതിനപ്പുറത്തേക്കുള്ള ലക്ഷ്യങ്ങൾ ഉള്ളിലുള്ള ആൾക്കാർക്കാണ് തീർച്ചയായിട്ടും അവരിലേക്കാണ് സമ്പത്ത് ഓടിയെത്തുക, ഐശ്വര്യം ഓടിയെത്തുക, സമൃദ്ധി ഒത്തിരി എത്തിച്ചേരുക എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ഒരാളെ ലക്ഷപ്രഭുവാക്കുന്ന അല്ലെങ്കിൽ കോടീശ്വരനാകുന്നതിന്റെ പിന്നിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള രഹസ്യങ്ങൾ. മറ്റു വീഡിയോയിലൂടെ ഒരുപാട് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ വെൽത്ത് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആത്മീയമായിട്ടുള്ള ഒരു അനുഗ്രഹവും അതിനനുസരിച്ചുള്ള പ്രവർത്തികളും കൂടെ ഇതിന്റെ കൂടെ ആവശ്യമാണ്. കാരണം കേവലം ലോജിക്ക് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ വീക്ഷിച്ച അത്രയും എനിക്ക് മനസ്സിലാക്കിയത് ലിമിറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ് ഇവരുടെ ജീവിതത്തിൽ കാഴ്ചവെക്കുന്നത്. അൺലിമിറ്റഡ് ആയിട്ട് ഉയർന്നു പോകുന്ന ആളുകളൊക്കെ there is no genius without a little bit mixture of madness എന്നാണ് പറയുന്നത്. അല്പമൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെയൊക്കെ സാധാരണക്കാർ ഭ്രാന്ത് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയമായിട്ടുള്ള ചിന്തകളെ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ വിജയിക്കുന്നതായിട്ട് ചരിത്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ നല്ലതിനായിട്ടുള്ള ഭ്രാന്ത് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ആളുകൾക്കും സമൃദ്ധി ഉണ്ടാകട്ടെ, ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കട്ടെ, സമൃദ്ധിയിലൂടെ ജ്ഞാനോദയത്തിലൂടെ ഈ ലോകം ഒരു സ്വർഗമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.